പിന്നീട് ഇത് ചെങ്കോട്ടയ്ക്ക് അകത്തുമല്ല, പാർലമെന്റ് ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അപ്പൊ ഇവിടെ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ അത്തരത്തിലുള്ള ലക്ഷ്യമല്ലാതെ ഈ മറ്റ് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ചില സംവിധാനങ്ങൾക്കൊക്കെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ ഒരു വിജയം അല്ലെങ്കിൽ പ്രയാണം, മുന്നേറ്റം തടസ്സം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അതിന് ഒരു മറയിടാൻ വേണ്ടിയിട്ട് ഈ രാജ്യം ഒട്ടും സുരക്ഷിതമല്ല, ഇൻവെസ്റ്റ് ചെയ്താൽ ജീവൻ പോലും ചിലപ്പം, ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പോട്ടെ, ഇൻവെസ്റ്റർ പോലും ചിലപ്പം ജീവനോടെ കാണാൻ സാധ്യതയില്ല എന്നുള്ള വലിയ ഒരു സന്ദേശമല്ല, ഭീഷണി അല്ലേ? അതെ. അല്ലെങ്കിൽ ഒരു ആകുലത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് പ്രത്യേകമായി അന്വേഷിക്കണം. അല്ലാതെ നമുക്കിപ്പം ഇതിൻ്റെ ശരിയായ കുറ്റവാളിയെ ശരിയായ ലക്ഷ്യം കാണാതെ ആരുടെയെങ്കിലും തലയിൽ 2-3 പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവരാണെന്ന് പറഞ്ഞങ്ങ് അകത്താക്കിയാൽ ഈ വിഷയം അവിടെ തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.